മറ്റ് മുന്നണികളിൽ കണക്ക് നോക്കിയിട്ടും ബി.ജെ.പി. നടത്തുന്ന ചില വിശകലനങ്ങളുണ്ട്. ഞാൻ അതുകൂടെ ഒന്ന് ചോദിക്കുകയാണ്, അത് എത്രത്തോളം പ്രാവർത്തികമാകുന്നു എന്നുള്ളതാണ്. ടി.എൻ. പ്രതാപനാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട്, UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതെങ്കിൽ, വി.എസ്. സുനിൽകുമാറാണ് മത്സരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോയേക്കാം. അത് ബി.ജെ.പിക്ക് ഒരു എളുപ്പവഴി എന്നുള്ള ഒരു അവകാശവാദം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൽ കഴമ്പുണ്ടോ? ശരി അല്ല, സ്വാഭാവികമായ ഒരു ടൈറ്റ് ഫൈറ്റ് വരികയാണെങ്കിൽ അത് ആർക്ക് അനുകൂലമാകും എന്ന കാര്യം നമുക്ക് ഏതായാലും അത് നമുക്ക് അങ്ങനെ പറയാനാകില്ല. പക്ഷേ നമ്മളിപ്പോൾ കഴിഞ്ഞ തവണത്തെ ഒരു തെരഞ്ഞെടുപ്പ് പാറ്റേൺ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നല്ലോ, ടി.എൻ. പ്രതാപന് ഏതാണ്ട് 4 ലക്ഷത്തിലധികം വോട്ടുകൾ, 4,15,000 വോട്ടുകളാണ് ടി.എൻ. പ്രതാപന് വന്ന് കിട്ടിയിട്ടുള്ളത്. അതൊരു വലിയൊരു തോതിൽ ഒരു പ്രോ UDF പോളറൈസേഷൻ വോട്ടിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും സുരേഷ് ഗോപിക്ക് 2,93,000 വോട്ടുകൾ പിടിച്ച് എടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായത് കഴിഞ്ഞ വർഷത്തേക്കാൾ 1,90,000 വോട്ടുകൾ സുരേഷ് ഗോപിക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞപ്പോൾ കെ പി ശ്രീശൻ മത്സരിച്ച ആ സാഹചര്യം മാറി സുരേഷ് ഗോപി വരുമ്പോൾ ആ ഒരു താരപ്രഭയിലേക്ക് കുറെ വോട്ടുകൾ വരുന്നു. അത് അടുത്ത തവണയും കൂടി വർദ്ധിക്കും എന്നൊരു പ്രതീക്ഷയിലാണ്. അങ്ങനെയാണെങ്കിൽ പ്രധാനമായിട്ടും ഉറ്റുനോക്കുന്നത് ക്രൈസ്തവ സഭകൾ, അതൊരു ഒരു അട്ടിമറി ആ രീതിയിൽ ഉണ്ടാവുക, ക്രൈസ്തവ സഭകൾ തൃശ്ശൂരിൽ പിന്തുണയ്ക്കുക, അങ്ങനെ ഒരു അട്ടിമറി നടക്കുമെന്ന് ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയേക്കാൾ കൂടുതൽ നരേന്ദ്രമോദി എന്നുള്ളൊരു ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട്, ആ ഫാക്ടർ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ ക്രൈസ്തവ അനുനയ നീക്കങ്ങളിലേക്ക് കടക്കുക, അതുകൂടിയായിരിക്കും ലക്ഷ്യമിടുന്നത്. സുരേഷ് ഗോപി എന്നുള്ളൊരു ഫാക്ടർ രണ്ടാമതായിട്ടേ വരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നരേന്ദ്രമോദി എന്ന ഫാക്ടർ ഇന്ത്യ മുഴുവൻ ബി.ജെ.പി. ഒരു വലിയ ട്രംപ് കാർഡായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം ഈ നരേന്ദ്രമോദി എന്ന ഒരു പ്രധാനമന്ത്രി വന്ന് ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്ക് കേരളത്തിൽ എല്ലായിടത്തും അങ്ങനെ ബി.ജെ.പിക്ക് ഒരു കരുത്തായിട്ടില്ലല്ലോ. അപ്പോൾ ആ ഘട്ടത്തിൽ അവിടെ ഒരു കുറെ കൂടി താരപ്രഭകൾ ഒരു കാൻഡിഡേറ്റ് കൂടി വേണം. ക്രൈസ്തവ ബന്ധങ്ങളിലും അതുകൊണ്ട് സുരേഷ് ഗോപിയും ആ നിലയ്ക്ക് ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. അവരുടെ വിവാഹത്തോടനുബന്ധിച്ച ചടങ്ങുകളിൽ അതിനെതിരെ വലിയ വിമർശനമൊക്കെ വന്നു. മാതാവിന് ഈ കിരീടം സമർപ്പിച്ചതൊക്കെ സംഭവിച്ചു. പക്ഷേ എന്നാലും ആ ലൂത് പള്ളിയിൽ ചെല്ലുകയും ആ ക്രൈസ്തവ വിഭാഗത്തെ കൂടി വിശ്വാസത്തിലെടുക്കാനുള്ള ശ്രമം നേരത്തെ തന്നെ തുടങ്ങി, അത് ഇപ്പോഴും തുടരുന്നു എന്നതാണ്. ഏതായാലും എല്ലായിടത്തും ചുവരെഴുത്തുകൾ സജീവമായി വരുന്നതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. സുനിൽകുമാറിന് വേണ്ടി ഇപ്പോൾ നവമാധ്യമങ്ങളിൽ അവർ പ്രചരണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. സുനിലേട്ടനൊരു വോട്ട് എന്ന തരത്തിൽ പ്രചാരണ പരിപാടികൾ തുടങ്ങി, വോട്ട് അഭ്യർത്ഥന. ഏതായാലും അതെ, സുനിൽകുമാർ ഏതായാലും ഇത് എൻ്റെ ഒരു താല്പര്യമല്ല, ഞാൻ ഇത് അറിയില്ല എന്നുള്ള നിലപാടാണ്. പാർട്ടി തീരുമാനിച്ചിട്ടില്ല, പാർട്ടിയുടെ പിന്തുണയിൽ. ഏതായാലും തൃശ്ശൂരിലെ വിദ്യാർത്ഥികൾ എന്ന പേരിലാണ് അദ്ദേഹത്തിന് വോട്ട് വന്നിരിക്കുന്നത്. ടി.എൻ. പ്രതാപന് വേണ്ടി പലയിടങ്ങളിലും ചുവരെഴുത്തുകൾ നേരത്തെ തന്നെ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. പിന്നെ ചുണ്ടയിൽ ഇന്ന് പിന്നെ ടി.എൻ. പ്രതാപന് വേണ്ടി ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഈ ചിറ്റാട്ടുകരയിലും അതുപോലെ തന്നെ എളവള്ളിയിലും ഒക്കെ ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കിഴക്കേത്തലയിലും ഒക്കെ ചുവരെഴുത്തുകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പ്രതാപൻ പിന്നെ തുടരും പ്രതാപത്തോടെ എന്ന തരത്തിൽ, നമ്മുടെ പ്രതാപനെ വിജയിപ്പിക്കുക എന്ന തരത്തിൽ അവിടെ ചുമരെഴുത്തുകൾ പ്രത്യക്ഷപ്പെടുന്നു. ടി.എൻ. പ്രതാപൻ ഇതൊക്കെ മായ്ച്ചു കളയാൻ നേരത്തെ തന്നെ പല ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് പിന്നെയും തുടരുകയാണ്. അപ്പൊ മറ്റ് രണ്ടുപേർ സുരേഷ് ഗോപി തുടങ്ങി വെച്ച ആവേശം വരുമ്പോഴത്തേക്കും മറ്റ് രണ്ട് മുന്നണിയിലുള്ള ആളുകളും അത് ഇനി നമ്മൾ എത്ര നിഷേധിച്ചാലും ഒരു പ്രചാരണത്തിനില്ല. കുറഞ്ഞ പക്ഷം ഇതൊരു പരോക്ഷമായിട്ടെങ്കിലും ഒരു പ്രചാരണത്തിന് ഇറങ്ങാതെ വഴിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഇടത് വലത് മുന്നണികൾ. അതെ, അവിടെ ബി.ജെ.പി. കേരളത്തിൽ ജയിക്കില്ല, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ കാർഡ് അവിടെ വിലപ്പോകില്ല എന്നൊക്കെ പറയുമ്പോഴും പുറത്തേക്ക് ഇതൊന്നും തങ്ങളെ ബാധിക്കില്ല എന്ന് പറയുമ്പോൾ ഈ മുന്നണികൾക്കുള്ളിൽ ഈ ആശങ്ക പ്രത്യേകിച്ച് അവരുടെ പ്രവർത്തകർക്കിടയിൽ ഉണ്ട് എന്നതാണ്. അതുകൊണ്ടാകണം നരേന്ദ്രമോദി വന്നതിന് ബദലായിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ വന്നുകൊണ്ട് ഒരു സമ്മേളനത്തിലേക്ക് കടക്കാൻ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എടുക്കുന്നത്. അത് ജനപിന്തുണ അല്ലെങ്കിൽ ഒരു ശക്തി പ്രകടനമായിട്ടൊക്കെ കോൺഗ്രസ് വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അങ്ങനെ വരണം. അതെ, സ്വാഭാവികമായും അതിന് ബി.ജെ.പി. തൃശ്ശൂർ കേന്ദ്രമാക്കി നടത്തുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതൊരു ആവശ്യമാണ്. ഏതായാലും ഇവിടുത്തെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ കൂടുതലും പിന്നെ ഇടതുമുന്നണിക്കൊപ്പം നിന്നിട്ടുള്ള ഒരു പാരമ്പര്യമാണ് തൃശ്ശൂരിന് ഉള്ളത്. നമുക്ക് അതിലിപ്പോൾ ഒരു 7 തവണയോളം ഈ കോൺഗ്രസിന് സീറ്റ് കിട്ടിയത് ഒഴിച്ചു നിർത്തിയാൽ കൂടുതൽ തവണയും ഈ മണ്ഡലം പിന്നെ ഇടതും ചേരിയിൽ ആയിരുന്നു നിന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് അവിടെ നമ്മുടെ ഈ പഴയ സി ജനാർദ്ദനും അതുപോലെ കെ രാജൻ ഒക്കെയുള്ള അങ്ങനെ ഒരു വലിയ പാരമ്പര്യം തൃശ്ശൂരിന് ഇടതു മുന്നണിക്ക് അവകാശപ്പെടാനുണ്ട്. പി എ ആന്റണി വരുന്നതോടുകൂടിയാണ് അത് അവിടെ ഒരു കോൺഗ്രസ്
നീക്കം ആദ്യമായി വരുന്നത്. പിന്നെ അത് നമുക്ക് PC ചാക്കോയിലും ഒക്കെ കാണാൻ കഴിയും. പക്ഷേ എന്തായാലും VV രാഘവനിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം അവിടെ അദ്ദേഹം മുൻ കൃഷിമന്ത്രിയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതൊരു CPIക്ക് ഒരു വളരെ വിശ്വസ്തനായ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു CPIക്ക് നല്ലൊരു അംഗീകാരമുള്ളൊരു നേതാവ് എന്ന നിലയിൽ VV രാഘവൻ അവതരിപ്പിക്കപ്പെടുന്നു. അദ്ദേഹം 2 തവണ അവിടെ നിന്ന് തുടർച്ചയായി ജയിക്കുന്നു. പിന്നെയാണ് AC ജോസ്, KPCCയിലെ നേതാവായിരുന്നു AC ജോസ്, അത് തിരിച്ചു പിടിക്കുന്നു. പിന്നെ നമ്മുടെ CPIയുടെ CK ചന്ദ്രബാബു. അപ്പോൾ CPI എല്ലാ കാലത്തും അവിടെ വളരെ പ്രഗത്ഭന്മാരെയാണ് അവിടെ പിന്നെ സ്ഥാനാർത്ഥികളായി വെച്ചിട്ടുള്ളത്. VV രാഘവനായിക്കോട്ടെ, CK ചന്ദ്രപ്പനായിക്കോട്ടെ, CN ജയദേവനായിക്കോട്ടെ, എല്ലാം വളരെ പോപ്പുലറായ ജനകീയ നേതാക്കളെയായിരുന്നു. പക്ഷേ ഈ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഈ 99 ശേഷം അല്ലെങ്കിൽ 98 രണ്ടാം തവണ VV രാഘവൻ ജയിക്കുന്നപ്പോൾ പിന്നീട് ഈ മണ്ഡലം ആർക്കും കണ്ടിന്യൂസ് ആയി നിലനിർത്താൻ കഴിയുന്നില്ല. അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. തൃശ്ശൂരിൽ വലിയ അട്ടിമറികൾ നടന്നിട്ടുണ്ട്. K കരുണാകരനും പരാജയപ്പെട്ടിട്ടുണ്ട്, K മുരളീധരനും പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള നിരവധി അട്ടിമറികൾക്ക് വേദിയായിട്ടുള്ള ഒരു ഇടം കൂടിയാണ് തൃശ്ശൂർ എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും. ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു വോട്ട് പാറ്റേണിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് BJPയുടെ വോട്ട് ഷെയർ എല്ലാ ഘട്ടങ്ങളിലും വർദ്ധിക്കുന്നതിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ TN പ്രതാപന് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത് 93,633 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഒരു 50,000 വോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിഞ്ഞാൽ ഇത് മാറാവുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ തവണ വലിയ ഒരു തരംഗം ഉണ്ടാകുകയും ചെയ്തിരുന്നു എന്നതും നമുക്ക് വളരെ വ്യക്തമായി അറിയാം. അപ്പോൾ ഇങ്ങനെ ഈ വോട്ട് ഷെയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ളൊരു സാഹചര്യം എങ്ങനെ വരുന്നു എന്നതാണ് പ്രധാനമായും നോക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപി കഴിഞ്ഞ തവണ പിന്നെ തൃശ്ശൂരിൽ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വർദ്ധിപ്പിച്ചിട്ടുള്ളത് വോട്ട് 17% വർധനവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നേരത്തെ 2014 നോക്കുകയാണെങ്കിൽ അവിടെ പിന്നെ അന്ന് KP ശ്രീശൻ 1,02,000 വോട്ടാണ് പിടിക്കുന്നത്. അത് ടോട്ടൽ വോട്ട് ഷെയറിൻ്റെ 11%. ഇതിന് ഈ ഒരു സാഹചര്യത്തിൽ നിന്നാണ് സുരേഷ് ഗോപി അത് 1,02,000 നിന്ന് അതിനെ 2,93,000 വർദ്ധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർധനവ് നമുക്ക് പരിശോധിക്കുമ്പോൾ അത് ഒരു പിന്നെ ഇതായിട്ട് കാണാൻ കഴിയും. 2019 വോട്ട് ശതമാനത്തിന്റെ കണക്ക് കൂടി നമുക്കൊന്ന് ഇതിനൊപ്പം കണ്ടുപോകാം. LDF-ന് 30.9%, UDF 39.8%, BJP 28.2% എന്ന രീതിയിലാണ്. ഇനി BJPയുടെ ഒരു വോട്ട് ശതമാനമുണ്ട് 2009 മുതൽ 2021. നേരത്തെ മനു പറഞ്ഞതുപോലെ ആ ക്രമാനുഗതമായി ഉയരുന്ന ആ BJPയുടെ വോട്ട് ശതമാനം 2019 എത്തി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വോട്ട് ശതമാനം അതൊരു വലിയൊരു കണക്കിലേക്ക് എത്തുന്നു. ഒറ്റയക്കത്തിൽ നിന്ന് 6.7 നിന്ന് തുടങ്ങി അത് 2019 28.3% എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് എത്തുന്നു. അത് ക്രമാനുഗതമായിട്ടൊരു ഒരു ഗ്രോത്ത് 2016 തൊട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലുകൾ കൂടി അതിനൊപ്പം. അല്ല, അതാണ് ഈ BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആദ്യം അങ്ങനെ വലിയ എന്താ പറയുക, ഇങ്ങനെ ഒരു ശ്രീശൻ KP ശ്രീശന് മുന്നേ അവിടെ രമാരകുന്നുണ്ട്. അങ്ങനെ അതിന് മുന്നേ ഉള്ള സ്ഥാനാർത്ഥികൾ നോക്കിയാൽ എല്ലാം ഒരു 50,000 വോട്ടുകളിൽ അടുത്ത് മാത്രം പിടിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യം മാറുന്നത് ഈ 2014 കൂടിയാണ്. അപ്പോഴാണ് BJPയുടെ വോട്ട് ഷെയർ 11% ഉയരുന്നത്. അത് പ്രധാനമായും ഇപ്പം നരേന്ദ്രമോദി വരുന്നു എന്നൊക്കെയുള്ള അന്നത്തെ ഒരു ഗുജറാത്ത് വികസന നായകൻ എന്ന നിലയിൽ അദ്ദേഹം അവതരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ചില പ്രതിഫലനങ്ങൾ ഇവിടെയും ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ചില വോട്ട് ഷെയറുകളുടെ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉള്ള ഈ വിജയം നമുക്ക് ഈ 2021 വന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഇവിടെ ഒരു ചെറിയ ആശങ്കയ്ക്ക് വഴി നിൽക്കുന്നത്. അതൊരു പക്ഷേ എങ്ങനെ BJP അതിനെ നോക്കിക്കാണും എന്ന് വ്യക്തമല്ല. കാരണം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് 28.3% വോട്ട് BJPക്ക് നേടുമ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ മണ്ഡലങ്ങളിൽ ഞാൻ ആ ഒരു പ്രതീക്ഷകളെല്ലാം BJPയുടെ നിൽക്കുമ്പോൾ പോലും ചോദിക്കുന്ന രണ്ട് വിഷയങ്ങൾ. ഒന്ന്, ഈ ന്യൂനപക്ഷ വോട്ടിൽ കേന്ദ്രീകരിച്ചതുകൊണ്ടാണ് നമ്മൾ കാടിനകത്ത് നമുക്ക് കാണാം സുരേഷ് ഗോപിക്കായിട്ടുള്ള പ്രചാരണം ശക്തമാക്കുന്നത് അതേത് തരത്തിലാണ് എന്നുള്ളത്. പക്ഷെ അപ്പോൾ പോലും ചില നെഗറ്റീവ് ഫാക്ടറുകൾ, ഒന്ന് ക്രൈസ്തവ വോട്ടുകളിലേക്ക് ലക്ഷ്യമിടുമ്പോൾ മണിപ്പൂർ വിഷയം അത് ഉയരാനിടയുള്ളത്, അത് പ്രചാരണത്തിൽ ഏത് തരത്തിലായിരിക്കും സ്വാഭാവികമായിട്ടും അതൊന്ന്. രണ്ട്, ഈ ജയിക്കാൻ ഇനി സാധ്യതയുണ്ട് എന്ന ഘട്ടത്തിൽ പോലും ഒരു മികച്ച എതിർ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ വോട്ട് ഏകീകരിച്ചു പോകുന്ന BJPയുടെ ഒരു നെഗറ്റീവ് ഫാക്ടറുണ്ട്. ആ ഒരു കാര്യവും ഇതിനകത്ത് ഏത് രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ളൊരു ചോദ്യമാണ്.
അല്ല, ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്ന് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞാൽ വളരെ വൊളറ്റൈൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്കിപ്പോൾ 2021 കണക്കെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ BJP കിട്ടിയത് 19% വോട്ടുകളാണ്. അന്ന് ആ തവണ കോൺഗ്രസിന് കിട്ടിയത് 22.3%. അപ്പോൾ വലിയൊരു 2% വോട്ടിന് ഡിഫറൻസ് അവർ തമ്മിലുള്ളൂ. അതേസമയം അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ അത് കോൺഗ്രസിന് 40%-ഓളം വോട്ട് വർദ്ധിക്കുന്ന വോട്ട് 40% ആയി ഉയരുന്നതിൻ്റെ ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ഈ അസംബ്ലി മണ്ഡലങ്ങളിൽ അതിന് മുന്നത്തെ തവണ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2016 അസംബ്ലിയിൽ BJPക്ക് 14.7% വോട്ടാണ്. അപ്പോൾ ഒരു ചെറിയൊരു 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു വർധനവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കോൺഗ്രസിൻ്റെ അവിടെ 23% നിൽക്കുകയാണ്. അപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ഒരു ഘട്ടത്തിൽ പിന്നെ ഓരോ ഘട്ടത്തിൽ മാറി മാറി CPM-ലേക്കും കോൺഗ്രസിലേക്കും അല്ലെങ്കിൽ CPI-ലേക്കും ഇടത് മുന്നണിയിലേക്കും അതുപോലെ കോൺഗ്രസിലേക്കും മാറി മാറി വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്കും ഈ സുരേഷ് ഗോപി എന്നൊരു ഒരു ഘടകം ഒരു വലിയ ഫാക്ടറായി തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നാണ് ഇതിൻ്റെ കണക്കുകൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഞാൻ ഇനി വലത് ഇടത് മുന്നണികളുടെ ഒരു സാധ്യത കൂടിയാണ്. അത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു വിഷയമൊക്കെ UDF ഭയപ്പെടുന്നുണ്ടായിരിക്കും. TN പ്രതാപൻ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ അതേത് തരത്തിലാണ് UDF വലിയൊരു രീതിയിലുള്ളൊരു ഒരു പോരാട്ടത്തിലേക്ക് ത്രികോണ പോരാട്ടത്തിലേക്ക് കടക്കുന്ന മണ്ഡലമാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏത് തരത്തിലാണ് ഇതിപ്പോ കഴിഞ്ഞ തവണ കോൺഗ്രസിന് അനുകൂലമായ ഒട്ടനവധി ഘടകങ്ങളുണ്ട്. ഒന്ന് രാഹുൽ ഫാക്ടർ വളരെ വ്യാപകമായി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും പ്രതിഫലനം ഉണ്ടാക്കി. രണ്ടാമത് ശബരിമല ഒരു വലിയ വിഷയമായി ചർച്ചാ വിഷയമായിട്ട് അവർക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു. അത് പിന്നെ ഒരു വോട്ട് ഏകീകരണത്തിനൊക്കെ ഉള്ള ഒരു വഴി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു വലിയ ആശങ്കയുണ്ടായിരുന്നു BJP അധികാരത്തിൽ വന്നാൽ. അപ്പോൾ അവരെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് എന്നത് ഒരു ബദലായി അവർ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പല ഫാക്ടേഴ്സ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിന് അനുകൂലമായി. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ സാഹചര്യം നേരെ മാറുകയാണ്. നമുക്കിപ്പോൾ അവിടുത്തെ CPM-ന്റെ വോട്ട് എന്ന് പറയുന്നത് അതൊരു 27.4% വോട്ടാണ് CPM-ന് അവിടെ ഉള്ളത്. CPI-യുടെയും കൂടി വോട്ട് ചേർക്കണം, എന്നാലേ നമുക്ക് ഇടതുമുന്നണി എന്ന തരത്തിലേക്ക് വരുള്ളൂ. അപ്പോൾ അവർക്കും CPI-ക്കും സ്ഥാനാർത്ഥികളുടെ വോട്ടുകൾ നോക്കുമ്പോൾ ഏതാണ്ട് 18.2% വോട്ടുകൾ അവർക്ക് നേടാൻ കഴിയുന്നു. അപ്പോൾ അത് 2 സ്ഥാനാർത്ഥികളുടെയും കൂടി വരുമ്പോഴേക്കും അത് പിന്നെ ഏതാണ്ട് 42%-ഓളം വോട്ടുകൾ അവർക്ക് അവിടെ നേടാൻ കഴിയുന്നുണ്ട്. അതേസമയം ഈ 2016 നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ CPM-ന് 26% വോട്ടുകളാണ്, CPI-ക്ക് 18% വോട്ടുകളാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 38%, CPM-ന് 42% വോട്ടുകൾ 2014 കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് ഒരു വിഭാഗത്തിലേക്ക് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ഇതൊരു ബേസ് വോട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തൃശ്ശൂരിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് എന്നത് അതിലൊരു ഘടകം നമ്മൾ പരിശോധിക്കേണ്ടി വിടുന്നത് ഒരു ഹൈന്ദവ വോട്ടുകൾ ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. ന്യൂനപക്ഷ വോട്ടുകളെ കുറിച്ച് സംസാരിച്ചു. നരേന്ദ്രമോദി രണ്ടാമത് വന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുമ്പോൾ, തൃപ്രയാറിൽ സന്ദർശിക്കുമ്പോൾ അദ്ദേഹം വാരണാസിയും വടക്കുന്നാഥ ക്ഷേത്രവും തമ്മിലുള്ള താരതമ്യപ്പെടുത്തലുകൾ പ്രസംഗത്തിൽ നടത്തുന്നത് ഒന്നും കാണാതെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു വിഷയം എടുത്തു പറയുമ്പോൾ അതുകൂടി ലക്ഷ്യമിടുന്നുണ്ടാവണമല്ലോ. അത് ഏത് രീതിയിലേക്ക് സ്വാഭാവികമായിട്ട് UDF-നൊപ്പം നിൽക്കുമെന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കുമല്ലോ വലതു മുന്നണിക്ക് ഉണ്ടാവുക. അത് BJP എങ്ങനെയായിരിക്കും? ഐക്യജനാധിപത്യ മുന്നണി ഹിന്ദു വോട്ടുകൾ അവർക്ക് ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇത്തവണയും. ഏതായാലും CPM പ്രധാനമായി അത് ആശ്രയിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളാണ്. കാരണം BJP ഒരു പ്രധാന ശത്രുവായി ആക്രമിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം CPM-നാണ് എന്ന വലിയ പ്രചാരണം അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ ന്യൂനപക്ഷങ്ങളെയും അതുപോലെ പ്രത്യേകിച്ച് മണിപ്പൂർ വിഷയം ഉയർത്തുമ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷത്തെയും മുസ്ലിം ന്യൂനപക്ഷത്തെയും ഒപ്പം നിർത്താൻ കഴിവുണ്ട് എന്നതാണ് അവരുടെ ഒരു പ്രതീക്ഷ. ഏതായാലും നമുക്ക് ഇതിൽ ഇപ്പോൾ വരാനിരിക്കുന്നത് കോൺഗ്രസും ഈ വിഷയത്തിൽ അങ്ങനെ വിട്ടുകൊടുക്കുന്നില്ല എന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ വരാനിരിക്കുന്ന മഹാസമ്മേളനം, പ്രവർത്തകരുടെ ഒരു മഹാസമ്മേളനം അവിടെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ സംസ്ഥാനത്ത് 25,177 ബൂത്ത് പ്രസിഡന്റുമാർ, അതുപോലെ വനിതാ നേതാക്കൾ, പിന്നെ 75,000-ഓളം പ്രവർത്തകർ ഒക്കെ തൃശ്ശൂരിൽ എത്തുന്നതോടുകൂടി അവിടെ ഒരു വലിയ ഒരു കോൺഗ്രസ് അനുകൂല തരംഗം ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് അവരുടെ ഒരു വിലയിരുത്തൽ. മല്ലികാർജ്ജുൻ ഖർഗെ അവിടെ എത്തുന്നു. ഒപ്പം ഇപ്പോൾ രാഹുലിൻ്റെ യാത്ര
ഇപ്പോൾ ആസാമിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ പ്രചരണ പരിപാടികളും ഒക്കെ അതിന്റെ പ്രതിഫലനങ്ങൾ തൃശ്ശൂരിലും ഉണ്ടാകും. അപ്പോൾ ഈ ദേശീയ നേതാക്കളൊക്കെ എത്തുന്നതോടുകൂടി തങ്ങൾക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിച്ചാൽ ഒരുപക്ഷെ അത് ഫലപ്രദമായ ഒരു കാര്യം ഉറപ്പാണ്, തൃശ്ശൂരിൽ അങ്ങനെ ഒരു മഹാസമ്മേളനത്തിന് കോൺഗ്രസ് ഒരുങ്ങുന്നതിന്റെ പിറകിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയ ആ 2 സന്ദർശനങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. BJP അനൌദ്യോഗികമായി തന്നെ ആ പ്രചരണത്തിനും തുടക്കം കുറിച്ചിരിക്കുന്നു. തൃശ്ശൂർ ഇതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തുടക്കം ആയിരിക്കുന്നു. ആ ഗോതയ്ക്ക് അരങ്ങൊരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് 2 മുന്നണികളും തൃശ്ശൂരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ്